കേരളത്തിലെ പല വീടുകളിലും ഇപ്പോൾ വീട്ടുജോലിക്കും പറമ്പിലെ പണിക്കുമൊക്കെ ഇതര സംസ്ഥാനക്കാരെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. മലയാളികളെ ഇത്തരം ജോലിക്ക് ഇപ്പോൾ കിട്ടാത്തതും അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് കുറഞ്ഞ വേതനം മതിയെന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ ഊരും പേരുമില്ലാത്ത ഇവരെ എങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയും? ഇവിടെ പല വീടുകളിലും വൃദ്ധമാതാപിതാക്കൾ തനിച്ചാണ്. വീട്ടിൽ പണവും സ്വർണവും ഉണ്ടാകും. വീട്ടുകാരുടെ വിശ്വാസം പിടിച്ചുപറ്റുന്ന തൊഴിലാളികൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും നൽകുന്നതാണ് മലയാളിയുടെ പൊതുരീതി. കോട്ടയം തിരുവാതുക്കലിലെ വീട്ടിലും അതാകാം സംഭവിച്ചത്. പിന്നീട് മൊബൈൽ മോഷണത്തിന് പിടിക്കപ്പെടുകയും ജയിലിലാവുകയും അതോടെ ഭാര്യ ഉപേക്ഷിച്ചു പോവുകയും ചെയ്തതിൻ്റെ പക മനസ്സിലിട്ട് നടന്നതാണ് പ്രതി അമിത് ഒമാങ്. ഇങ്ങനെ കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ ഇരട്ട കൊലപാതകത്തിൽ എങ്ങനെയാണ് പോലീസിന് പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ആസൂത്രിതമായ കൊലപാതകമോ കവർച്ചയോ നടത്തുന്നവർ ഒരു തെളിവും ബാക്കി വയ്ക്കാതെയാകും കൃത്യം നടപ്പാക്കുക. താൻ ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന ആത്മവിശ്വാസത്തോടെ രക്ഷപ്പെടാമെന്ന് കരുതുന്നവരുണ്ട്. എന്നാൽ ഏതൊരു കുറ്റകൃത്യം ചെയ്തവർ ഒരു കാര്യം ഓർമ്മിക്കണം: ഏത് കേസിലും ഒരു തുമ്പെങ്കിലും അവശേഷിക്കുന്നുണ്ടാകും. അല്ലെങ്കിൽ അതിബുദ്ധി ചിലർക്ക് കുരുക്കാകാറുണ്ട്. കോട്ടയം തിരുവാതുക്കലിലെ ഇരട്ട കൊലപാതക കേസിലും സംഭവിച്ചതും അതാകാം. കൊലപാതകത്തിന് ശേഷം വീട്ടിലെ CCTVയുടെ DVR അടക്കം മോഷ്ടിച്ച് തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ച പ്രതി അമിത് ഒമാങ്ങിന് എവിടെയാണ് പിഴച്ചത്? വീട്ടിൽ നിന്നും മോഷ്ടിച്ച മൊബൈൽ ഫോൺ ഓണാക്കിയപ്പോൾ തന്നെ പോലീസ് മണം പിടിച്ചു. പിന്നെ അതിവേഗത്തിലായിരുന്നു പ്രതിയിലേക്കുള്ള അന്വേഷണ സംഘത്തിൻ്റെ നീക്കങ്ങൾ. സഹോദരൻ ജോലി ചെയ്തിരുന്ന തൃശൂർ മാളയിലെ കോഴി ഫാമിൽ നിന്നാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊലപാതകത്തിന് ശേഷം വീട്ടിലെ CCTVയുടെ DVR അടക്കം മോഷ്ടിച്ച് ബുദ്ധി കാണിച്ച പ്രതി പക്ഷെ മണ്ടത്തരങ്ങളും ഏറെ കാണിച്ചു. ഇതാണ് വളരെ വേഗത്തിൽ പോലീസിന്റെ വലയിലായത്. കൊല്ലപ്പെട്ട വിജയകുമാറിന്റെ ഫോണുമായി കടന്ന ശേഷം ഇടയ്ക്ക് ഇത് ഓൺ ചെയ്ത് ഗൂഗിളിൽ നിന്നും കോണ്ടാക്ട് അടക്കം മാറ്റാൻ ശ്രമിച്ചു. ഇതോടെ പെരുമ്പാവൂരിൽ ആദ്യ ടവർ ലൊക്കേഷൻ കാണിച്ചു. രാത്രി മുഴുവൻ പ്രതിയെ ട്രാക്ക് ചെയ്ത പോലീസ് ഒടുവിൽ മാള മേലടൂരിലെ കോഴി ഫാമിന്റെ കെട്ടിടത്തിൽ നിന്നും പിടികൂടുകയായിരുന്നു. സഹോദരൻ ഇവിടെ ഉള്ളതുകൊണ്ടാണ് പ്രതി നേരെ ഇവിടെ എത്തിയതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. നമുക്ക് രാത്രിയോട് കൂടിയിട്ടാണ് ആദ്യമായിട്ട് ലൊക്കേഷൻ കിട്ടിയത്. പിന്നീട് ഇന്റർനെറ്റ് ഉൾപ്പെടെയുള്ള അയാൾ ഇന്റർനെറ്റ് ഉൾപ്പെടെ യൂസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ടെക്നിക്കലായിട്ടുള്ള ഡേറ്റ കിട്ടി. രാത്രിയോടുകൂടി തന്നെ ഇയാൾ മാള പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള മേലടൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ളതായിട്ട് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ടീം ഇവിടെ നിന്ന് രാത്രി തന്നെ പുറപ്പെട്ടിരുന്നു. രാവിലെ ഒരു 8 മണിയോട് കൂടിയിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ കിട്ടി. നമ്മളവിടെ ചെന്ന് പ്രതിയെ കീഴ്പ്പെടുത്തുകയായിരുന്നു. പ്രതിക്കൊപ്പം സഹോദരനെയും പോലീസ് കരുതൽ തടങ്കലായി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നേരത്തെ ഉണ്ടായ മോഷണ കേസിൽ പ്രതിയെ പണം വാങ്ങി ജാമ്യത്തിനിറക്കിയ വൈക്കം സ്വദേശികളായ 2 യുവതികളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവർക്ക് കേസുമായി ബന്ധമുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ്. നേരത്തെ വിജയകുമാർ കൊടുത്ത കേസിൽ ഇയാൾ അകത്തു പോയിരുന്നു. അപ്പോൾ ഈ 5.5 മാസത്തോളം റിമാൻഡിൽ കഴിഞ്ഞതിൻ്റെയും പിന്നീട് ഇയാളുടെ കുടുംബം വൈഫ് എന്തോ ഇട്ടേച്ചു പോവോ അങ്ങനെ എന്തോ ഇഷ്യൂസൊക്കെ ഉണ്ടായി. അപ്പോൾ അതിൻ്റെ പ്രതികാരം എന്നോണം ആയിരിക്കാം ഇത്രയും ക്രൂരമായ കൊലപാതകം ചെയ്തതെന്നാണ് നമ്മുടെ അസംഷൻ. ആളെ നമ്മൾ കൂടുതൽ ചോദ്യം ചെയ്തു വരുന്നുണ്ട്. അതുപോലെ വിജയകുമാറിൻ്റെ ഫോണുകൾ അവിടെ നിന്ന് അയാൾ എടുത്തിരുന്നു. അതെന്താണ് ചെയ്തത് എന്നുള്ള രീതിയിലുള്ള അന്വേഷണം കൂടെ മുന്നോട്ട് പോകും. മകൻ്റെ മരണവുമായിട്ട് ഇതിന് യാതൊരുവിധ ബന്ധവും ഇല്ല എന്നുള്ളതാണ് നമ്മുടെ 100% നമ്മുടെ ഒരു വിശ്വാസം. അങ്ങനെയാണ്. അത് 2017 നടന്ന ഒരു ഇഷ്യൂ ആയിരുന്നു. അത് അൺനാച്ചുറൽ ഡെത്ത് ആയിട്ടാണ് പോലീസ് അന്വേഷിച്ച് ചാർജ് കൊടുത്തത്. സോഫാർ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ നിഗമനം. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ ഇയാളുടെ സഹോദരൻ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഹൈഡ് ഔട്ട് ആയിട്ടുള്ള സ്ഥലത്ത് ഇയാളുടെ സഹോദരൻ ഉണ്ടായിരുന്നു. അപ്പോൾ സഹോദരനെയും അതുപോലെ വേറെ 2 സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. അവരെ തൃശ്ശൂർ മാള പോലീസ് പ്രിവെന്റീവ് അറസ്റ്റ് ചെയ്ത് ഡീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ അവൈലബിൾ ആവുകയാണെങ്കിൽ അവരെയും കൂടി നമ്മൾ കസ്റ്റഡിയിലെടുക്കും. കൊലപാതകം നടത്താനായി 3 ദിവസം കോട്ടയം റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ലോഡ്ജിൽ പ്രതി താമസിച്ചിട്ടുണ്ട്.
കൊലപാതകത്തിന്റെ അന്ന് രാത്രി 10 മണിക്ക് പ്രതി ഇറങ്ങിപ്പോകുന്നതും പുലർച്ചെ 4:15 കാൽനടയായി മടങ്ങിയെത്തുന്നതും ലോഡ്ജിന്റെ CCTVയിൽ കാണാം. മടങ്ങിയെത്തുമ്പോൾ പ്രതിയുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ആയുധത്തിലടക്കമുള്ള വിരലടയാളങ്ങളാണ് പ്രതി അമിത് തന്നെയാണെന്ന് ഉറപ്പിക്കാൻ നിർണായകമായത്. വിജയകുമാറിന്റെ മകൻ ഗൗതമിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന CBI സംഘം DVSP ഓഫീസിലും വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഓഫീസിലും എത്തി വിവരങ്ങൾ ശേഖരിച്ചു. ഇരട്ടക്കൊലയും മകന്റെ കൊലപാതകവും തമ്മിൽ ബന്ധമില്ല എന്നുള്ളതാണ് പോലീസിന്റെ നിലപാട്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. കോട്ടയം തിരുവാതുക്കലിൽ ഇരട്ട കൊലപാതകം നടന്ന 24 മണിക്കൂർ തികയും മുൻപാണ് പോലീസ് പ്രതിയെ വലയിലാക്കിയത്. ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിനൊടുവിൽ ഒളിവിലുള്ള പ്രതിയിലേക്ക് പോലീസ് എത്തിച്ചേരുകയായിരുന്നു. മുൻ വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്നാണ് സൂചന. അതിനിടെ കേസിലെ നിർണായക തെളിവായ CCTV ദൃശ്യങ്ങളടങ്ങിയ ഹാർഡ് ഡിസ്ക് പോലീസ് കണ്ടെടുത്തു. കൊലപാതകത്തിന് ശേഷം പ്രതി അമിത് വീട്ടിലെ CCTV ഹാർഡ് ഡിസ്ക് എടുത്ത് സമീപത്തുള്ള തോട്ടിൽ ഉപേക്ഷിച്ചിരുന്നു. അറത്തുട്ടിപ്പാലത്തിന് താഴെ തോട്ടിൽ നിന്നും പ്രതി ഉപേക്ഷിച്ച മൊബൈൽ ഫോണുകളും കണ്ടെത്തി. തിരുവാതുക്കൽ കൊലപാതക കേസിലെ പ്രതിയായ അമിത് തൊറാങ് കഴിഞ്ഞ 3 ദിവസം താമസിച്ച ലോഡ്ജിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് തൊട്ടടുത്താണ് റെയിൽവേ സ്റ്റേഷൻ. 100 മീറ്റർ മാത്രം അകലമേ ഉള്ളൂ. അവിടെ നിന്ന് എത്തിക്കഴിഞ്ഞാൽ ഈ ലോഡ്ജാണ്, ഇതിനുള്ളിലാണ് ലോഡ്ജ് ഉള്ളത്. ബിനോ ലോഡ്ജ് എന്നാണ് പേര്. ഇവിടെ കഴിഞ്ഞ 3 ദിവസം 19, 20, 21 ദിവസങ്ങളിലാണ് അമിത് താമസിച്ചത് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെയാണ് പ്രതി അമിത് ഒമാം ലോഡ്ജിൽ നിന്നും റൂം വെക്കേറ്റ് ചെയ്തത്. വൈകിട്ട് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെത്തി പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് അകത്തു കയറി. രാത്രിയോടെയാണ് കൊലപാതകം നടത്താൻ പോയത്. ലോഡ്ജിൽ നിന്നും അമിത് പുറത്തേക്ക് വരുന്നതും റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നതിന്റെയും CCTV ദൃശ്യം പോലീസിന് ലഭിച്ചിരുന്നു. ഈ ദൃശ്യങ്ങളും മൊബൈൽ ടവർ ലൊക്കേഷനും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പോലീസിന് പ്രതിയിലേക്ക് എത്താൻ സഹായകമായത്. അതിനിടെ പ്രതിയുമായുള്ള തെളിവെടുപ്പിൽ വീട്ടിലെ CCTV ഹാർഡ് ഡിസ്കും കണ്ടെടുത്തു. അമിത് നൽകിയ മൊഴിപ്രകാരം വീടിന് സമീപത്തെ തോട്ടിൽ നിന്നാണ് ഹാർഡ് ഡിസ്കും 2 മൊബൈൽ ഫോണുകളും കണ്ടെടുത്തത്. കൊലപാതകം നടന്ന വീട്ടിലും പ്രതിയുമായി തെളിവെടുപ്പ് നടത്തി. കൃത്യം നടത്തിയ രീതി പ്രതി പോലീസിനോട് വിശദീകരിച്ചു. വളരെ സൂത്രശാലിയാണ് പ്രതിയെന്ന് പോലീസ് പറയുന്നു. 10ലധികം മൊബൈൽ ഫോണുകളും സിമ്മുകളും പ്രതിയുടെ പക്കലുണ്ടായിരുന്നു. പലപ്പോഴും മൊബൈൽ ഫോണുകൾ മാറി മാറിയായിരുന്നു ഉപയോഗം. ഇത് അന്വേഷണത്തിൽ പോലീസിനെ കുഴപ്പിച്ചു. കൃത്യത്തിന് ശേഷം കൊല്ലപ്പെട്ട വിജയകുമാറിന്റെയും ഭാര്യ മീറിയുടെയും മൊബൈൽ ഫോണുകൾ പ്രതി എടുത്തിരുന്നു. ഇതിൽ ഒരു മൊബൈൽ ഫോൺ സ്വിച്ച് ഓൺ ആയി. ഫോണിൽ നിന്ന് ഗൂഗിൾ അക്കൗണ്ട് ലോഗൌട്ട് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു ഫോൺ ഓൺ ചെയ്തത്. ഫോണുമായി ഗൂഗിൾ അക്കൗണ്ട് സിങ്ക് ചെയ്തിരിക്കുന്നത് ഒഴിവാക്കുക എന്നതായിരുന്നു ഉദ്ദേശം. എന്നാൽ ഇത് പോലീസിന് പിടിവള്ളിയായി. വിജയകുമാറിന്റെ ഓഡിറ്റോറിയത്തിൽ അമിത് ഒമാങ് 3 വർഷത്തോളം സെക്യൂരിറ്റിയായി ജോലി ചെയ്തിരുന്നു. ഇതേ സമയത്ത് അന്യസംസ്ഥാന തൊഴിലാളിയായ യുവതി വിജയകുമാറിന്റെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്നു. അമിതും യുവതിയും ഒരുമിച്ചായിരുന്നു കഴിഞ്ഞിരുന്നത്. നിയമപരമായി വിവാഹം കഴിഞ്ഞിട്ടില്ലെങ്കിലും യുവതി തന്റെ ഭാര്യയായിരുന്നുവെന്നാണ് ഇയാൾ പറഞ്ഞിരുന്നത്. ഇതിനിടെ വിജയകുമാറിന്റെ പരാതിയെ തുടർന്ന് മോഷണക്കേസിൽ അമിത് അറസ്റ്റിലായി.
പിന്നീട് 5 മാസത്തോളം ജയിലിൽ കഴിഞ്ഞു. ഈ സമയത്ത് അമിതിനെ ഉപേക്ഷിച്ച യുവതി തിരികെ പോയതായാണ് വിവരം. തന്റെ കുടുംബം നശിപ്പിച്ചതിന് പിന്നിൽ വിജയകുമാറും ഭാര്യയുമാണെന്ന് കരുതിയായിരിക്കാം ക്രൂര കൊലപാതകം നടത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം. ന്യൂസ് 18 കോട്ടയം. ലക്ഷങ്ങളുടെ സ്വത്തിനുടമയായ 52-കാരിയെ 28-കാരൻ വിവാഹം കഴിക്കുന്നു. വിവാഹം കഴിഞ്ഞ് 2.5 മാസം തികയും മുൻപ് ഭാര്യയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. 2020 ക്രിസ്മസ് പിറ്റേന്ന് ഏറെ കോളിളക്കം സൃഷ്ടിച്ചതാണ് തിരുവനന്തപുരം കുന്നത്തുകാലിലെ ശാഖാകുമാരിയുടെ കൊലപാതകം. ഭർത്താവ് അരുൺ ശാഖാകുമാരിയെ ഷോക്കടിപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിച്ചെന്നാണ് കേസ്. ആ കേസിൽ 28-കാരനായ പ്രതി അരുൺ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി നാളെ പ്രതിക്കുള്ള ശിക്ഷ വിധിക്കും. ഡിസംബർ 26 പുലർച്ചെയാണ് ശാഖാകുമാരിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടത്. ക്രിസ്മസ് അലങ്കാരത്തിന് സ്ഥാപിച്ചിരുന്ന വയറുകളിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചെന്ന് പറഞ്ഞ് ഭർത്താവ് അരുൺ തന്നെയാണ് അയൽക്കാരെ വിവരമറിയിച്ചത്. എന്നാൽ മരണത്തിന് മുൻപ് മർദ്ദനമേറ്റെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞു. വെള്ളറട പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഭാര്യയെ കൊന്നതാണെന്ന് അരുൺ ഏറ്റുപറഞ്ഞതോടെയാണ് കൊലയുടെ ചുരുളഴിഞ്ഞത്. കേസിൽ ഭർത്താവ് അരുൺ കുറ്റക്കാരനെന്ന് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തി. സ്വത്ത് കൈക്കലാക്കുകയായിരുന്നു അരുണിന്റെ ലക്ഷ്യമെന്നും കൊലപാതകം ആസൂത്രിതമാണെന്നുമുള്ള പോലീസ് കണ്ടെത്തൽ കോടതി ശരിവെച്ചു. ലക്ഷങ്ങളുടെ സ്വത്തിനുടമയായ ശാഖാകുമാരി വിവാഹം കഴിച്ചിരുന്നില്ല. ആശുപത്രിയിൽ വെച്ചാണ് 28-കാരനായ അരുണുമായി പരിചയപ്പെട്ടത്. ഇത് പിന്നീട് പ്രണയമായി. പ്രണയകാലത്ത് തന്നെ പണവും കാറും ബൈക്കുമെല്ലാം ശാഖാകുമാരിയിൽ നിന്ന് അരുൺ കൈക്കലാക്കി. ഒടുവിൽ 50 ലക്ഷം രൂപയും 100 പവൻ സ്വർണവും വാങ്ങിയായിരുന്നു വിവാഹം. തന്റെ സ്വത്തുക്കൾക്ക് അവകാശിയായ ഒരു കുട്ടി വേണമെന്ന ആഗ്രഹം കൂടിയായിരുന്നു 52-ാം വയസ്സിലെ വിവാഹത്തിന് ശാഖാകുമാരിയെ പ്രേരിപ്പിച്ചത്. എന്നാൽ വിവാഹം കഴിഞ്ഞ് പണം കയ്യിൽ വന്നതോടെ അരുണിന്റെ മട്ടുമാറി. ആളുകളുടെ പരിഹാസം കൂടിയായപ്പോൾ കൊലയ്ക്ക് തീരുമാനിച്ചു. മർദ്ദിച്ച് ബോധം കെടുത്തിയ ശേഷം ഹാളിലേക്ക് എടുത്തുകൊണ്ടുവന്ന് കയ്യിലും മൂക്കിലും വയർ ഘടിപ്പിച്ച് ഷോക്കേൽപ്പിക്കുകയായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തൽ. വെള്ളറട CI ആയിരുന്ന M ശ്രീകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു കേസന്വേഷണം. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ പാറശാല A അജികുമാറാണ് കോടതിയിൽ ഹാജരായത്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. വൃദ്ധമാതാപിതാക്കളോട് ക്രൂരത കാട്ടുന്ന ദുഷ്ടമനസ്സുള്ള മക്കളെക്കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. ഇടുക്കി കട്ടപ്പനയിൽ മകൻ സ്വന്തം അച്ഛനോടും അമ്മയോടും കാട്ടിയ ക്രൂരതയെക്കുറിച്ച് അറിയണം. അച്ഛൻ അന്തി ഉറങ്ങുന്നത് വീടിന് സമീപത്തെ പശുത്തൊഴുത്തിൽ. അമ്മയുടെ മുറിയുടെ മുന്നിൽ കോഴിക്കൂടും സ്ഥാപിച്ചു. കഴിഞ്ഞ രാത്രി ഇതേ തുടർന്നുള്ള തർക്കത്തിൽ അമ്മയെ മകൻ കോടാലി കൊണ്ട് ക്രൂരമായി മർദ്ദിച്ചു. കയ്യും കാലും ഒടിഞ്ഞ് ഗുരുതരമായി പരിക്കേറ്റ കമലമ്മയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കേസിൽ പ്രതി പ്രസാദിനെ കട്ടപ്പന പോലീസ് അറസ്റ്റ് ചെയ്തു. കുന്തളംപാറ കൊല്ലപ്പള്ളിൽ കമലമ്മയെയാണ് മകൻ ക്രൂരമായി മർദ്ദിച്ചത്. മകൻ പ്രസാദും മരുമകളും ചേർന്നാണ് മർദ്ദിച്ചത്. കോടാലി ഉപയോഗിച്ച് കമലമ്മയുടെ കാലും കൈയും തല്ലിയൊടിച്ചു. 2 വർഷത്തോളമായി ഇവർ തമ്മിൽ കുടുംബവഴക്ക് നിലനിന്നിരുന്നു. വീടിന്റെ അവകാശത്തെ ചൊല്ലിയുള്ള തർക്കം കോടതിയിലാണ്. വീടിനോട് ചേർന്ന് താൽക്കാലികമായി മുറി പണിത് ഇവിടെയാണ് കമലമ്മ താമസിച്ചിരുന്നത്. അടുത്തുള്ള പശുത്തൊഴുത്തിലാണ് അച്ഛൻ അന്തി ഉറങ്ങുന്നത്. കമലമ്മയുടെ മുറിയിലേക്ക് എത്താനുള്ള വഴിയിൽ
മകനും മരുമകളും കോഴിക്കോട് വെച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. അതിന് പകരം വേറെ വീട് വെച്ച് കൊടുക്കും. മുറി അവിടെ 2-3 മുറി ഉണ്ടാക്കി. അത് കഴിഞ്ഞപ്പോൾ ഇതിലായിരുന്നു വഴി കരത്തോട്ട് കയറി പോകുന്നത്. ഈ വഴിയിൽ ഈ കോഴിക്കോട് അടിച്ചു വിട്ടു. അവൻ തന്നെയാണ് ഇതെല്ലാം തല്ലിപ്പൊളിച്ചത്. ഇന്ന് ഉപദ്രവമാണോ? സ്ഥിരമായിട്ട് ഉപദ്രവമാണോ? അതിനാ വീട്ടിൽ കിടക്കത്തില്ലേ? വീട്ടിൽ അവിടെ കന്നാലി വെക്കുന്നു. മുൻപും മകൻ മർദ്ദിച്ചതായി കാട്ടി കമലമ്മ പോലീസിൽ പരാതി നൽകിയിരുന്നു. നേരത്തെ ഇവള് വന്നതിന്റെ അന്ന് തള്ളക്കിട്ട് അടിച്ചിട്ട് സഹകരണാശുപത്രി പോയി 3 ദിവസം അമ്മ കിടന്ന് അവിടെ റെക്കോർഡുണ്ട്. 3 ദിവസം മേലെല്ലാം അടിച്ച് ചതച്ച് തൊഴിച്ച് പുറത്തിനിട്ടൊക്കെ തൊഴിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഈ അമ്മയ്ക്ക് സത്യം പറഞ്ഞ ഒരിടത്തുനിന്നും ഒരു നീതി കിട്ടുന്നില്ലെന്നുള്ള ഏറ്റവും വലിയ കാര്യം. ശരിക്കും പറഞ്ഞാൽ സീനിയർ സിറ്റിസൺ അല്ല, സീനിയർ സിറ്റിസന് ഭയങ്കര നിയമമായിട്ട് ഉള്ള ചെയ്യാവുന്നതാണ്. പക്ഷേ കോടതിയിൽ പോകുന്നു, കോടതിയിൽ നിന്ന് പോരും, പോലീസ് സ്റ്റേഷൻ ചെന്ന് പരാതി കൊടുക്കും, പോലീസ് വരും, ഇവനോട് 2 വർത്താനമൊക്കെ പറയും, അവൻ ഇങ്ങോട്ട് ഇറങ്ങി വരും, പിന്നെ ഇവിടെ അടിയാം. കൈക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റ കമലമ്മയെ കട്ടപ്പന കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പ്രസാദിനെതിരെ കട്ടപ്പന പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. ന്യൂസ് 18 ഇടുക്കി. പെൺകുട്ടികളോ സ്ത്രീകളോ പീഡന പരാതിയുമായി സമീപിച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ കേസെടുക്കണമെന്ന് പോലീസിന് നിർദ്ദേശമുള്ളതാണ്. എന്നാൽ പത്തനംതിട്ട വനിതാ സ്റ്റേഷനിലെ SHO എന്തുകൊണ്ടാണ് 7 വയസ്സുകാരിക്കെതിരായ ലൈംഗിക അതിക്രമത്തിൽ നടപടി സ്വീകരിക്കാത്തത്? SHO ഷെമിമോൾ പോക്സോ കേസെടുക്കാൻ വിസമ്മതിച്ചെന്നാണ് പെൺകുട്ടിയുടെ കുടുംബത്തിൻ്റെ പരാതി. തുടർന്ന് പിതാവ് CWCക്ക് നൽകിയ പരാതിയിൽ കോന്നി പോലീസ് കേസെടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്തു. ഏഴ് വയസ്സുള്ള കുട്ടിയെ ട്യൂഷൻ ടീച്ചറുടെ പിതാവ് പീഡിപ്പിച്ച സംഭവത്തിലാണ് പരാതിയുമായി കുട്ടിയുടെ പിതാവ് പത്തനംതിട്ട വനിതാ സ്റ്റേഷനിലെത്തിയത്. എന്നാൽ സ്റ്റേഷനിലെ SHO KR ഷെമിമോൾ കുട്ടിയുടെ പിതാവിൻ്റെ പരാതിയിൽ കേസെടുക്കാതെ നിരുത്സാഹപ്പെടുത്തി തിരിച്ചയച്ചെന്നാണ് ആരോപണം. SHO കേസെടുക്കാതെ വന്നതോടെ CWC അധികൃതരെ പിതാവ് വിവരമറിയിച്ചു. തുടർന്ന് കോന്നി പോലീസ് കേസെടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. എന്തടിസ്ഥാനത്തിലാണ് SHO കേസെടുക്കാത്തതെന്ന് വ്യക്തമല്ലെന്നും കുട്ടിയുടെ പിതാവ് പറയുന്നു. കുട്ടിയുടെ പിതാവും മാതാവും വേർപിരിഞ്ഞ് താമസിക്കുന്നവരാണ്. മാതാവിൻ്റെ ബന്ധുക്കളുടെ വീട്ടിലാണ് കുട്ടിയുടെ താമസം. അതേസമയം ഇത്തരമൊരു പരാതി തൻ്റെ മുന്നിൽ വന്നിട്ടില്ലെന്നും ആരോപണം അടിസ്ഥാനരഹിതമാണെന്നുമാണ് SHOയുടെ വിശദീകരണം. ന്യൂസ് 18 പത്തനംതിട്ട. തൊഴിലിടത്താണ് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ അതിക്രമത്തിന് ഇരകളാകുന്നത്. മൂന്നാറിൽ യുവതിയെ പീഡിപ്പിക്കുകയും നഗ്നദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തത് അവർ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലെ ഉടമയാണ്. 3 മാസം മുൻപാണ് മൂന്നാർ നല്ലതണ്ണി സ്വദേശി ഗണേഷ് കുമാർ യുവതിയെ ലൈംഗികമായി ചൂഷണം ചെയ്തത്. പിന്നീട് യുവതിയുടെ നഗ്നദൃശ്യങ്ങൾ പ്രതിസുതവരന് അയച്ചു കൊടുക്കുകയും ചെയ്തു. കേസിൽ പ്രതി ഗണേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിവാഹിതനും ഒരു കുട്ടിയുടെ പിതാവുമാണ് പിടിയിലായ പ്രതി. മൂന്നാർ നല്ലതണ്ണി കവലയിൽ കമ്പ്യൂട്ടർ സ്ഥാപനം നടത്തുന്നയാളാണ് നല്ലതണ്ണി എസ്റ്റേറ്റിൽ കുറുമല ഡിവിഷൻ സ്വദേശിയായ K ഗണേഷ് കുമാർ. യുവതിയെ പീഡിപ്പിക്കുകയും നഗ്നദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന പരാതിയിലാണ് ഇയാളെ മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത്. 3 മാസം മുൻപാണ് സംഭവം നടന്നത്. യുവതിയെ പീഡിപ്പിച്ച പ്രതി മറ്റൊരു യുവാവുമായി യുവതിയുടെ വിവാഹം ഉറപ്പിച്ചതറിഞ്ഞ് നഗ്ന വീഡിയോ പ്രതിസുതവരന് അയച്ചു കൊടുത്തെന്ന് പോലീസ് പറയുന്നു.
തുടർന്ന് യുവതിയുടെ വിവാഹം മുടങ്ങുകയും ചെയ്തിരുന്നു. ഇവരുടെ പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. മൂന്നാർ SHO രാജൻ K അരമനയുടെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ്. പ്രതി വിവാഹിതനും ഒരു കുട്ടിയുടെ പിതാവുമാണ്. ന്യൂസ് 18 മൂന്നാർ. സുഹൃത്തുക്കളെ തെരഞ്ഞെടുക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ ചിലപ്പോൾ ജീവിതം തന്നെ കൈവിട്ടു പോകാം. പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഇത്തരം കെണികളിൽ വീഴുന്നത്. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ആളുമായി സൗഹൃദത്തിലായ കോഴിക്കോട് സ്വദേശിനിക്ക് സംഭവിച്ച ദുരന്തം എല്ലാവരും അറിയേണ്ടതാണ്. ചക്കുകടവ് സ്വദേശിയായ സലീം ജംഷീല എന്ന യുവതിയും ഒരു കൗതുകത്തിന് സൗഹൃദത്തിലായതാണ്. എന്നാൽ സലീം മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായതോടെ യുവതി സൗഹൃദം അവസാനിപ്പിച്ചു. പിന്നീട് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ സലീം യുവതിയെ കത്തികൊണ്ട് കുത്തി വീഴ്ത്തിയാണ് പക വീട്ടിയത്. ഗുരുതരമായി പരിക്കേറ്റ യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് ചക്കുകടവ് സ്വദേശിയായ സലീം കള്ളിക്കുന്ന് സ്വദേശിനി ജംഷീലയുമായി സൗഹൃദത്തിലായിരുന്നു. മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായതോടെ സലീമുമായുള്ള സൗഹൃദം ജംഷീല അവസാനിപ്പിച്ചു. 6 മാസത്തെ ജയിൽവാസത്തിന് ശേഷം വീണ്ടും അടുക്കാൻ ശ്രമിച്ചെങ്കിലും യുവതി മിണ്ടാൻ പോലും തയ്യാറായില്ല. വീടിനടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്ന ജംഷീലയെ സലീം കുത്തിവീഴ്ത്തുകയായിരുന്നു. വയറിനും കൈക്കും കഴുത്തിനും കുത്തേറ്റിട്ടുണ്ട്. നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് യുവതിയെ ആശുപത്രിയിലെത്തിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന ജംഷീലയുടെ നില ഗുരുതരമാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മയക്കുമരുന്ന് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് സലീം പലതവണ പിടിയിലായിട്ടുണ്ട്. ബൈക്കിലെത്തി മാല പൊട്ടിക്കൽ, കവർച്ച തുടങ്ങി കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായി 15 കേസുകൾ പ്രതിക്കെതിരെ നിലവിലുണ്ട്. കാപ്പ ചുമത്തി നാട് കടത്തിയ സലീം നിയമം ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ചതിനും ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. ആലപ്പുഴയിലെ 2.5 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടന്മാരായ ശ്രീനാഥ് ഭാസിയും ഷൈൻ ടോം ചാക്കോയും കുടുങ്ങുമോ? ചോദ്യം ചെയ്യലിന് തിങ്കളാഴ്ച ഹാജരാകാൻ ഇരുവർക്കും എക്സൈസ് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. 2 പേർക്കും ഹൈബ്രിഡ് കഞ്ചാവ് കൈമാറിയിട്ടുണ്ടെന്ന മുഖ്യപ്രതി തസ്ലീമയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ശ്രീനാഥ് ഭാസിയുമായി വാട്സാപ്പ് ചാറ്റിലൂടെയും ഷൈനുമായി ഫോണിലൂടെയുമാണ് സംസാരിക്കാറുള്ളതെന്ന് തസ്ലീമ മൊഴി നൽകി. സിനിമാ മേഖലയിലെ മറ്റു ചിലരുമായും യുവതിക്ക് ബന്ധമുണ്ടെന്നും എക്സൈസ് സംശയിക്കുന്നു. അതിനിടെ തസ്ലീമയും ഭർത്താവ് സുൽത്താൻ അക്ബർ അലിയും കഞ്ചാവുമായി താമസിച്ചിരുന്ന എറണാകുളത്തെ വിവിധ ലോഡ്ജുകളിലെത്തിച്ച് അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തി. ചലച്ചിത്ര താരങ്ങളുമായുള്ള വാട്സപ്പ് ചാറ്റുകൾ ഉൾപ്പെടെ ശേഖരിച്ച ശേഷമാണ് എക്സൈസിന്റെ നീക്കം. തസ്ലീമയുടെ ഫോണിൽ കൂടുതൽ ചാറ്റുകൾ കണ്ടെത്തിയത് ശ്രീനാഥ് ഭാസിയുമായിട്ടുള്ളതാണ്. ഓഡിയോ സന്ദേശവും കിട്ടിയെന്നാണ് സൂചന. നടന്മാരുടെ മൊഴി കേസിൽ നിർണായകമാകും. ഇരുവരെയും തസ്ലീമയുമായി ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതും പരിഗണനയിലാണ്. ഷൈൻ ടോം ചാക്കോയെയും മറ്റു നടന്മാരെയും അറിയാമെന്ന് തസ്ലീമ എക്സൈസിനോട് വെളിപ്പെടുത്തിയിരുന്നു. ഷൈൻ ടോം ചാക്കോയുമായി ഒരുമിച്ച് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്നും തസ്ലീമ എക്സൈസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ എക്സൈസ് കൂടുതൽ വ്യക്തത വരുത്തും. തമ്മിൽ ലഹരി ഇടപാട് നടന്നിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. നേരത്തെ ഈ കേസിൽ ശ്രീനാഥ് ഭാസി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകിയിരുന്നു. പിന്നീട് അത് പിൻവലിക്കുകയും ചെയ്തു. എക്സൈസ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകുന്നതിന് മുൻപായിരുന്നു ശ്രീനാഥ് ഭാസിയുടെ നീക്കം.
മലേഷ്യയിൽ നിന്ന് 6 കിലോ കഞ്ചാവ് വിൽപ്പനയ്ക്കായി നാട്ടിലെത്തിച്ചതായാണ് വിവരം. ഇതിൽ 3 കിലോ മാത്രമാണ് ആലപ്പുഴയിൽ നിന്ന് പിടിക്കപ്പെട്ടത്. ബാക്കിയുള്ള കഞ്ചാവ് എറണാകുളത്ത് സിനിമാ മേഖല കേന്ദ്രീകരിച്ച് വിറ്റഴിച്ചതായാണ് സൂചന. തസ്ലീമയും സുൽത്താനും താമസിച്ച എറണാകുളത്തെ വിവിധയിടങ്ങളിൽ എക്സൈസിന്റെ നേതൃത്വത്തിൽ പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ലഹരി വിൽപ്പനയ്ക്ക് പുറമെ സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടന്മാരുമായി നടത്തിയിട്ടുണ്ടെന്നാണ് തസ്ലീമ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. 2 ദിവസമായി കസ്റ്റഡിയിലുള്ള പ്രതികളിൽ നിന്ന് കൂടുതൽ വിവരം തേടുകയാണ് അന്വേഷണ സംഘം. ന്യൂസ് 18 ആലപ്പുഴ. മദ്യലഹരിയിലുള്ള വാക്കുതർക്കം പലപ്പോഴും അക്രമത്തിലും കൊലപാതകത്തിലും കലാശിക്കാറുണ്ട്. കാസർഗോഡ് ആനബാഗിലുവിൽ കഴിഞ്ഞ ദിവസം ഇതര സംസ്ഥാനക്കാരൻ കൊല്ലപ്പെട്ടതും മദ്യലഹരിയിലുണ്ടായ തർക്കത്തെ തുടർന്നാണ്. ബംഗാൾ സ്വദേശി സുശാന്ത റോയി കൊല്ലപ്പെട്ട കേസിൽ പ്രതി 2 ദിവസത്തിന് ശേഷം പിടിയിലായിരിക്കുന്നു. മരിച്ച സുശാന്ത റോയിയുടെ ബന്ധു കൂടിയായ സഞ്ജയ് അറസ്റ്റിലായത്. നിർമ്മാണ തൊഴിലാളികളായ ഇരുവരും 4 മാസം മുൻപാണ് കാസർഗോഡ് എത്തിയത്. കാസർഗോഡ് ആനബാഗിലുവിൽ നിർമ്മാണം പുരോഗമിക്കുന്ന കെട്ടിടത്തിന് സമീപം തിങ്കളാഴ്ച പുലർച്ചെയോടെയാണ് സുശാന്ത് റോയിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തിയ വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിലാണ് മരണം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചത്. തലയുടെ പിൻഭാഗത്ത് കഴുത്തോട് ചേർന്നുള്ള ഭാഗത്ത് അടിയേറ്റ് ആഴത്തിലുണ്ടായ മുറിവാണ് മരണകാരണമെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തുടർന്ന് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിനൊടുവിലാണ് പ്രതി പിടിയിലായത്. സുശാന്ത് റോയിയോടൊപ്പം ജോലി ചെയ്തിരുന്ന പശ്ചിമബംഗാൾ ബർഗാരിയ സ്വദേശി സഞ്ജയ് റോയിയാണ് അറസ്റ്റിലായത്. കൊല്ലപ്പെട്ട സുശാന്ത് റോയിയുടെ അടുത്ത ബന്ധു കൂടിയാണ് പ്രതി. ിൽ കെട്ടിട നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന 12 അംഗ സംഘത്തിലെ ഒരാളാണ് മരിച്ച സുശാന്ത് റോയ്. 4 മാസം മുമ്പാണ് ഇവർ കാസർഗോഡ് എത്തിയത്. നിർമ്മാണത്തിലുള്ള കെട്ടിടത്തിന് സമീപത്തെ ഷെഡിലായിരുന്നു താമസം. ഞായറാഴ്ച അർദ്ധരാത്രി മദ്യലഹരിയിൽ ഇവർ തമ്മിൽ വാക്കുതർക്കമുണ്ടായി. ഇതിനിടെയുണ്ടായ കയ്യാങ്കളിയിലാണ് മരണം സംഭവിച്ചതെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. കൊലപാതകത്തിന് ശേഷം ചില ആളുകൾ ഒറ്റപ്പാലത്തേക്ക് കടന്നത് കേസിൽ വഴിത്തിരിവായിരുന്നു. ഇവർ ഉൾപ്പെടെയുള്ള തൊഴിലാളികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് പ്രതിയിലേക്ക് എത്താനായത്. മദ്യലഹരിയിലുണ്ടായ വാക്കുതർക്കത്തിനിടയിൽ സഞ്ജയ് റോയ് ഏതോ വസ്തു ഉപയോഗിച്ച് സുശാന്ത് റോയിയുടെ തലയുടെ പിൻഭാഗത്ത് അടിച്ചതാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് മൊഴി. ന്യൂസ് 18 കാസർഗോഡ്. നമ്മൾ വാങ്ങുന്ന വെളിച്ചെണ്ണയിലും പലഹാരങ്ങളിലും മായം ചേർത്തിട്ടുണ്ടോ എന്ന് ആരെങ്കിലും പരിശോധിക്കാറുണ്ടോ? കൊല്ലത്ത് പ്ലാസ്റ്റിക് ഉരുക്കി ചേർത്ത എണ്ണയിൽ പലഹാരങ്ങൾ ഉണ്ടാക്കി വിൽപ്പന നടത്തിയവരെ പിടികൂടി. കൊല്ലം കോർപ്പറേഷൻ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ നടത്തിയ പരിശോധനയിലാണ് ഇത് പിടിച്ചെടുത്തത്. ഇവിടെ ഉണ്ടാക്കിയിരുന്ന എണ്ണ പലഹാരങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഉൾപ്പെടെ കച്ചവടത്തിന് എത്തിച്ചിരുന്നു. പലഹാരമുണ്ടാക്കുന്ന തിളച്ച എണ്ണയിൽ പ്ലാസ്റ്റിക് കവറുകളിട്ട് ഉരുക്കി ചേർക്കുന്ന ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരിൽ ചിലരാണ് ഭക്ഷ്യവകുപ്പിനെ വിവരം അറിയിച്ചത്. കൊല്ലം പ്രണവ് തിയേറ്റർ സമീപമായിരുന്നു സംഭവം. ഇവിടെ നിന്നാണ് നിരവധി കടകളിലേക്ക് പലഹാരം എത്തിച്ചിരുന്നത്. സംഭവം വിവാദമായതോടെ കട കൊല്ലം കോർപ്പറേഷൻ പൂട്ടിച്ചു. പരിശോധനയ്ക്ക് ഉദ്യോഗസ്ഥരെത്തിയ ഉടൻ തന്നെ കടയിലെ അതിഥി തൊഴിലാളികൾ എണ്ണയും പാതി ഉരുക്കിയ കവറും റോഡിൽ ഒഴുക്കി കളഞ്ഞിരുന്നു. നൌഫിർ എന്ന ആളുടെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. വൃത്തിഹീനമായാണ് സ്ഥാപനം പ്രവർത്തിച്ചു വന്നിരുന്നതെന്ന് അധികൃതർ അറിയിച്ചു. സ്ഥാപനത്തിന്റെ രേഖകളോ ഇതര സംസ്ഥാനക്കാരായ ജീവനക്കാർക്ക് ആരോഗ്യ കാർഡോ ഉണ്ടായിരുന്നില്ല. കട ഉടമയ്ക്കും തൊഴിലാളിക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട്. ജീവന് അത്രത്തോളം
വില കൽപ്പിച്ചുകൊണ്ടാണ് ആ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. കാരണം ഹോട്ടലുകളൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ ഭാഗമായിട്ട് മറ്റ് സംരംഭങ്ങൾ സർക്കാരിൻ്റെ നയത്തിൻ്റെ ഭാഗമായിട്ട് മറ്റ് സംരംഭങ്ങൾക്ക് നമ്മൾ ഒരുപാട് ഇളവ് ഗവൺമെൻറ് സർക്കാർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ഒരു സീരിയസ് ആയിട്ട് നമ്മൾ നിരീക്ഷിക്കണമെന്നുള്ളത് സർക്കാരിൻ്റെ ഒരു പോളിസിയുടെ ഭാഗം. അപ്പോൾ അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ലൈസൻസ് ഹെൽത്ത് കാർഡില്ല, വാട്ടർ സാമ്പിൾ ഇല്ല, ലൈസൻസും എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തന്നെ കട പൂട്ടാനായിട്ടാണ് ഇവർക്ക് നോട്ടീസ് കൊടുക്കുന്നത്. പൂട്ടാൻ മാത്രമല്ല പ്രോസിക്യൂഷൻ അടക്കമുള്ള ക്രിമിനൽ നടപടികൾ തുടങ്ങാനായിട്ട് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർക്ക് മേൽ നടപടികളൊക്കെ ഈ ഫയൽ അയക്കുന്നതാണ്. കാരണം ഈ ക്യാൻസർ ഉൾപ്പെടെയുള്ള അസുഖങ്ങൾക്ക് കാരണമാകുന്നതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മായം ചേർക്കൽ നിയമപ്രകാരം കോർപ്പറേഷൻ ഹെൽത്ത് ഇൻസ്പെക്ടർ രാജീവാണ് കേസെടുത്തത്. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റാളുകൾക്കും ട്രെയിനിലെ വിൽപ്പനയ്ക്കും വടയും പഴമരിയും അടക്കമുള്ളവ ഇവിടെ നിന്ന് വിറ്റിരുന്നതായി കണ്ടെത്തി. നഗരത്തിലെ ചില ഹോട്ടലുകൾക്കും ഇവിടെ നിന്ന് പലഹാരങ്ങൾ നൽകിയിരുന്നു. പലഹാരങ്ങൾക്ക് തിളക്കം ലഭിക്കാനും കൂടുതൽ മൊരിയാനുമാണ് എണ്ണയിൽ പ്ലാസ്റ്റിക് ഉരുക്കി ചേർക്കുന്നത്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കാണ് ഇത് ഇടയാക്കുകയെന്ന് അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് 18 കൊല്ലം. സഹകരണ ബാങ്കിൽ ജോലി, നാട്ടിൽ പൊതുപ്രവർത്തന രംഗത്തും സജീവം. എന്നാൽ കൊല്ലം കരവാളൂരിലെ ഡിവൈഎഫ്ഐ നേതാവ് കൂടുതൽ പണമുണ്ടാക്കാൻ ചെയ്ത പണി എന്താണെന്ന് അറിയണ്ടേ? കരവാളൂർ സ്വദേശിയും ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറിയുമായ മുഹസീൻ MDMAയുടെ ചില്ലറ വിൽപ്പനക്കാരനാണ്. കൊട്ടാരക്കര തലച്ചിറയിൽ വെച്ച് ലഹരി വിൽക്കാനുള്ള ശ്രമത്തിനിടെ യുവാവിനെ പോലീസ് പിടികൂടി. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ കൂട്ടാളികൾക്ക് വേണ്ടിയും അന്വേഷണം ഊർജിതമാണ്. കൊട്ടാരക്കരയിലെ ചിരട്ടക്കോണം കൊക്കാട് പ്രദേശങ്ങളിലെ യുവാക്കൾക്കിടയിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്നതായുള്ള രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. രാത്രി 10:45 അലിയാർ മുക്കിൽ MDMA കൈമാറുന്നതായി ലഭിച്ച വിവരത്തെ തുടർന്ന് എത്തിയ കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് സംഘമാണ് പ്രതിയെ പിടിച്ചത്. കാറിലെത്തിയ 3 യുവാക്കൾക്ക് ലഹരി മരുന്ന് കൈമാറുന്ന സമയം പോലീസ് എത്തിയതോടെ ചെറിയ കവറിൽ സൂക്ഷിച്ചിരുന്ന MDMA റോഡിൽ വലിച്ചെറിയുകയും മുഹസിൻ ബൈക്കിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തു. ഇയാളെ പിന്തുടർന്ന് ഡാൻസ് ഓഫ് സാഹസികമായാണ് പ്രതിയെ പിടികൂടിയത്. തൗഫീഖ്, ഫയാസ്, മിൻഹാജ് എന്നിവരാണ് കാറിലെത്തിയതെന്ന് മുഹസിൻ പോലീസിന് മൊഴി നൽകി. രണ്ട് കവറുകളിലായാണ് 20 ഗ്രാം MDMA സൂക്ഷിച്ചിരുന്നത്. പിടിയിലായ മുഹസിൻ ഡിവൈഎഫ്ഐ കരവാളൂർ വെസ്റ്റ് മേഖലാ സെക്രട്ടറിയും വെഞ്ചേമ്പ് മാത്ര സർവീസ് സഹകരണ ബാങ്കിലെ വളം ഡിപ്പോ ജീവനക്കാരുമാണ്. കൂടുതൽ പണമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് പ്രതി MDMA വിൽപ്പന നടത്തുന്നതെന്ന് FIR-ൽ പറയുന്നു. കാറിൽ രക്ഷപ്പെട്ട മറ്റ് പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി കൊട്ടാരക്കര പോലീസ് അറിയിച്ചു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ മുഹസിനെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. പോലീസിൻ്റെയും എക്സൈസിൻ്റെയും പേര് പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്ന ബിരുദന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. സാധാരണക്കാരായ കച്ചവടക്കാരെയാണ് ഇവർ ലക്ഷ്യമിടുന്നത്. കണ്ണൂർ പയ്യന്നൂരിൽ വഴിയോര കച്ചവടക്കാരിൽ നിന്നും പണം തട്ടിയെടുത്തത് എക്സൈസ് ഉദ്യോഗസ്ഥൻ ചമഞ്ഞാണ്. പെരുമ്പയിൽ ലോട്ടറി സ്റ്റാൾ നടത്തുന്ന അന്നൂർ സ്വദേശിനി ഷീജിയുടെ പണമാണ് തട്ടിയെടുത്തത്. സമാനമായ രീതിയിൽ നേരത്തെയും ഇവർ പയ്യന്നൂരിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് സൂചന. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:45 സംഭവം. ബൈക്കിലെത്തിയ യുവാവ് 8 ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങുകയും പണം നൽകിയ ശേഷം എക്സൈസ് ഉദ്യോഗസ്ഥനാണെന്ന് പരിചയപ്പെടുത്തുകയുമായിരുന്നു. റെയ്ഡുകളിൽ പിടിച്ചെടുത്ത വസ്തുക്കൾ എക്സൈസ് ഓഫീസിൽ നിന്നും വിറ്റഴിക്കുന്നുണ്ടെന്നും 2000 രൂപ തന്നാൽ സിഗരറ്റ് പാക്കറ്റുകൾ എത്തിച്ചു തരാമെന്നും വിശ്വസിപ്പിച്ചാണ് ഇയാൾ ലോട്ടറി സ്റ്റാൾ നടത്തിപ്പുകാരിയിൽ നിന്ന് പണം തട്ടിയത്.
വൈകുന്നേരമായിട്ടും ഇയാളെ കാണാത്തതിനെ തുടർന്ന് അന്വേഷണം നടത്തിയപ്പോഴാണ് വഞ്ചിക്കപ്പെട്ടതായി ബോധ്യപ്പെട്ടത്. ഇന്നലെ ഉച്ചക്ക് 12:50 1 മണിക്കുള്ളിൽ ഒരാൾ ബൈക്കിൽ വന്നിട്ട് ഇൻസൈഡിലാക്കിയിട്ട് ബൈക്കിൽ ഹെൽമെറ്റ് ധരിച്ചിട്ട് വന്നത്. എന്നിട്ട് എന്നോട് 8 ടിക്കറ്റ് ആവശ്യപ്പെട്ടു. ഞാൻ 8 ടിക്കറ്റ് കൊടുക്കുകയും ചെയ്തു. 400 രൂപ വാങ്ങി 100 രൂപ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം എവിടെയാണ് വീട് എന്നാലും ചോദിച്ചാൽ അന്വേഷിച്ചത് ഞാൻ അന്നൂരാണ് അമ്പലത്തിൻ്റെ ബാക്കിലാണ് വീട്. ഞാൻ ആർമിയിൽ നിന്ന് ഇതായതാണ്. എന്നിട്ട് ഇപ്പോൾ എക്സൈസിലാണെന്നും പറഞ്ഞു പയ്യന്നൂർ. അപ്പം എന്നിട്ട് എന്നോട് ഇങ്ങനെ പിടിച്ചു വെച്ച സാധനമുണ്ട്, കുറച്ച് സിഗരറ്റും കാര്യമെല്ലാം നിങ്ങൾക്ക് വേണോ വെച്ചിട്ട് എന്നോട് 2000 രൂപ വാങ്ങി പോവുകയും ചെയ്തു. അതിനുശേഷം കാണാത്തതുകൊണ്ട് ഞാൻ എക്സൈസിലേക്ക് വിളിച്ചേരം പറഞ്ഞത് അങ്ങനെയുള്ള ആളില്ല. അന്നേരം ഞാൻ വഞ്ചിക്കപ്പെട്ടതായിട്ട് മനസ്സിലായത്. പെരുമ്പയിൽ ലോട്ടറി സ്റ്റാൾ നടത്തുന്ന അന്നൂർ സ്വദേശിനി PV ഷീജയുടെ പണമാണ് തട്ടിയെടുത്തത്. തുടർന്ന് ഇവർ എക്സൈസ് ഓഫീസിൽ വിളിച്ച് വിവരം പറയുകയും പയ്യന്നൂർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. പോലീസും എക്സൈസ് സംഘവും നടത്തിയ അന്വേഷണത്തിൽ പ്രതി നീല ബൈക്കിൽ പോകുന്ന CCTV ക്യാമറ ദൃശ്യം ലഭിച്ചിട്ടുണ്ട്. പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. സമാനമായ രീതിയിൽ നേരത്തെയും പയ്യന്നൂരിൽ തട്ടിപ്പ് നടന്നിരുന്നു. ന്യൂസ് 18 പയ്യന്നൂർ. കശ്മീർ പഹൽഗാമിലെ കൂട്ടക്കുരുതിയുടെ നടുക്കം വിട്ടൊഴിഞ്ഞിട്ടില്ല. നിരപരാധികളെ കൊന്നൊടുക്കിയ കൊടും ഭീകരരുടെ ചിത്രം ആക്രമണം നടന്ന് 24 മണിക്കൂർ തികയും മുൻപ് അന്വേഷണ സംഘം പുറത്തുവിട്ടു. ഇവരിൽ 3 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആസിഫ് ഷെയ്ഖാണ് സംഘത്തലവൻ. ആക്രമണത്തിന് പിന്നിൽ ലഷ്കർ-ഇ-തോയ്ബ ബന്ധമുള്ള ഭീകര സംഘടന ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്നും വ്യക്തമായി. ഭീകരർ ഉപയോഗിച്ചത് പ്രത്യേക കോഡ് പേരുകളെന്നാണ് സൂചന. കൊല്ലപ്പെട്ട ഇടപ്പള്ളി സ്വദേശി N രാമചന്ദ്രന്റെ സംസ്കാരം വെള്ളിയാഴ്ച നടക്കും. ആസിഫ് ഷെയ്ഖ്, ആദിൽ ഗുരി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പഹൽഗാമിൽ കൂട്ടക്കുരുതി എന്നാണ് സൈന്യത്തിന്റെ കണ്ടെത്തൽ. സൈനിക വേഷത്തിലെത്തിയ സംഘത്തിലുണ്ടായിരുന്നത് 7 പേർ. 4 പേരാണ് ആക്രമണം നടത്തിയത്. 3 പേർ സ്ഥിതിഗതികൾ വീക്ഷിച്ച് കാവൽ നിന്നു. ആദിൽ ഗുരി പാകിസ്ഥാനിൽ പോയി പരിശീലനം നേടിയ ആളാണ്. സംഘത്തിലെ 2 പേർ പാകിസ്ഥാനികളാണെന്നാണ് വിവരം. ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന സംഘടന ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. ലഷ്കർ-ഇ-തോയ്ബയുമായി ബന്ധമുള്ള സംഘടനയാണിത്. ഭീകരർ ഉപയോഗിച്ചെന്ന് സംശയിക്കുന്ന ബൈക്ക് കണ്ടെത്തി. ആക്രമണം നടന്നതിന് അടുത്താണ് ബൈക്ക് കണ്ടെത്തിയത്. നിരപരാധികളെ കൊന്നൊടുക്കിയ കൊടും ഭീകരരുടെ ചിത്രം സേന പുറത്തുവിട്ടിട്ടുണ്ട്. കൊച്ചി ഇടപ്പള്ളി സ്വദേശി N രാമചന്ദ്രൻ അടക്കമുള്ള വിനോദസഞ്ചാരികൾക്കാണ് ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് കുടുംബത്തോടൊപ്പം വിശ്രമ ജീവിതത്തിലായിരുന്നു രാമചന്ദ്രൻ. ദുബായിൽ നിന്ന് അവധി ആഘോഷിക്കാനെത്തിയ മകൾ ആരതിക്കും പേരക്കുട്ടികൾക്കുമൊപ്പമാണ് രാമചന്ദ്രൻ കശ്മീരിലേക്ക് പോയത്. മകളുടെയും പേരക്കുട്ടികളുടെയും മുന്നിൽ വെച്ചാണ് ഈ 67-കാരന് നേരെ ഭീകരർ നിറയൊഴിച്ചത്. അപ്രതീക്ഷിത ദുരന്തത്തിന്റെ നടുക്കത്തിലാണ് ബന്ധുക്കളും നാട്ടുകാരും. അനുഭവങ്ങൾ ഇതല്ലേ, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വാക്കുകളില്ല പറയാൻ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാരണം അതുപോലെ ഒരു വീട് പോലെ ഒരു കുടുംബവും അമ്പലങ്ങളും കാര്യങ്ങളും പാർട്ടിയുടെ കാര്യങ്ങളാണെങ്കിലും എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് നിൽക്കുന്ന ഒരാളാണ്. വാക്കുകൾ വരുന്നില്ല. നല്ലൊരു മനുഷ്യൻ, എല്ലാവർക്കും, നാട്ടുകാർക്കും എല്ലാവർക്കും എന്തിനും എപ്പോഴും ഓടിയെത്തി നല്ലൊരു ധൈര്യശാലി കൂടിയായിരുന്നു പുള്ളി. എന്തിനും എന്ത് പറയാം. ഒരുപാട് വർഷത്തെ അടുപ്പമാണ്. പഴയ ഇടപ്പള്ളിക്കാരാണ് അവരൊക്കെ. ഞങ്ങൾ ബന്ധുക്കളുമാണ്. രാമചന്ദ്രൻ ചേട്ടൻ കുറേ നാളിവിടെ സ്വന്തമായിട്ടൊരു കടയൻ സംവിധാനമൊക്കെ നടത്തിയിരുന്നു. പിന്നെ അത് നിർത്തിയിട്ടാണ് അദ്ദേഹം ഗൾഫിലേക്ക് പോയത്. അതിനുശേഷം ഒരു 2 വർഷമായുള്ള അദ്ദേഹം തിരിച്ചു വന്നിട്ട് ഒരു സഹോദരനും ഒരു സഹോദരിയാണ് രാമചന്ദ്രനുള്ളത്. അവർ രണ്ടുപേരും മൂത്തതാണ്. രാമചന്ദ്രനാണ് ഇളയത്. ഞങ്ങൾ രാമചന്ദ്രൻ എന്നാണ് വിളിക്കുന്നത്. പാകിസ്ഥാന്റെ പിന്തുണയോടെയാണ് ഭീകരാക്രമണം എന്ന് വ്യക്തമായതോടെ ശക്തമായി തിരിച്ചടിക്കാനൊരുങ്ങുകയാണ് സൈന്യം.
ബരാമുള്ളയിൽ നുഴഞ്ഞുകയറാൻ ശ്രമിച്ച 4 ഭീകരരെ സൈന്യം വധിച്ചു. അതേസമയം അതിർത്തിയിൽ പലയിടത്തും ഇന്ത്യൻ പോസ്റ്റുകളിലേക്ക് പാക് പ്രകോപനം തുടരുന്നുണ്ട്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. സൈനിക വേഷത്തിലെത്തി കൃത്യമായ ആസൂത്രണത്തോടെയായിരുന്നു പഹൽഗാമിലെ ആക്രമണം. സുരക്ഷാ സേനയ്ക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞു തന്നെയാണ് ടൂറിസ്റ്റുകൾ ഏറെ എത്തുന്ന ബൈസാരൺ ആക്രമണത്തിനായി തെരഞ്ഞെടുത്തത്. മതം ചോദിച്ച് പുരുഷന്മാരെ തെരഞ്ഞുപിടിച്ചായിരുന്നു ആക്രമണം. 20 മിനിറ്റോളം നീണ്ട ആക്രമണത്തിൽ തലങ്ങും വിലങ്ങും നിറയൊഴിച്ചു. ഒടുവിൽ ചോരയും കണ്ണീരും ബാക്കി. പതിവ് പോലെ ഒരു സാധാരണ ദിവസമായിരുന്നു ബൈസാരണിൽ. വനത്താൽ ചുറ്റപ്പെട്ട ഈ പുൽമേട്ടിൽ 1000-ലധികം സഞ്ചാരികൾ രാവിലെ മുതൽ ഉണ്ടായിരുന്നു. ഉച്ചയായതോടെ തിരക്ക് കൂടി. മിനി സ്വിറ്റ്സർലൻഡിലേക്ക് അവധി ആഘോഷിക്കാൻ എത്തിയതായിരുന്നു അവരെല്ലാം. आतंकवादियों का हम लोग बाल बचे हैं। പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു. 2:30യോടെ വനമേഖലയിൽ നിന്ന് 5-6 പേരടങ്ങുന്ന സംഘം പുൽമേട്ടിലേക്ക് ഇറങ്ങി വന്നു. എല്ലാവരും ഒരുപോലെ സൈനിക വേഷത്തിൽ. സഞ്ചാരികളോട് പേര് ചോദിച്ച ഭീകരർ ആക്രമണം തുടങ്ങി. പുരുഷന്മാരെ തെരഞ്ഞുപിടിച്ചായിരുന്നു ആക്രമണം. ടെന്റിലൊളിച്ചവരെ പുറത്തിറക്കി വെടിവെച്ചു. പോയിന്റ് ബ്ലാങ്കിലായിരുന്നു പലരെയും നിറയൊഴിച്ചത്. ഭക്ഷണം കഴിക്കുന്നവരെയും വെറുതെ വിട്ടില്ല. ഉമർ 20 മിനിറ്റോളം നീണ്ട ആക്രമണത്തിൽ തലങ്ങും വിലങ്ങും വെടിവെച്ചു. വിവരമറിഞ്ഞ് സുരക്ഷാ സേന സ്ഥലത്തെത്തിയപ്പോൾ രക്ഷിക്കാനെത്തിയവരാണോ ശിക്ഷിക്കാനെത്തിയവരാണോ എന്ന സംശയമായിരുന്നു ഉറ്റവരെ നഷ്ടപ്പെട്ടവർക്ക്. സൈനിക വേഷത്തിലെത്തിയ ഭീകരർ നടത്തിയ കൊടും ക്രൂരതയുടെ ആഘാതത്തിലായിരുന്നു അവർ. बैठो बैठो, हम लोग फौज हैं, बैठो बैठो, मेरे बच्चे को अरे हम लोग फौजी हैं, कुछ नहीं करेंगे, आपकी सेफ्टी के लिए आए हैं, आपकी सेफ्टी के लिए आए हैं, बैठो 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 बैठो, आपकी सेफ्टी के लिए आए हैं, हम इंडियन आर्मी हैं, बैठो। ये इंडियन आर्मी आप लोग कहाँ से आए हो, कहाँ से आए आप लोग? आपके बच्चे कुछ नहीं करेंगे, थोड़ा बताइए हुआ। കൺമുന്നിൽ ഉറ്റവരെ നഷ്ടപ്പെട്ടവർക്ക് എളുപ്പമാകില്ല ഈ ആഘാതത്തിൽ നിന്ന് മോചിതരാകാൻ. എന്നാൽ കൂടെയുണ്ടെന്ന് ഉറപ്പു നൽകുകയാണ് രാജ്യം. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. വെടിയേറ്റ് കൊല്ലപ്പെട്ട ഭർത്താവിന് മുന്നിലിരിക്കുന്ന ഹിവാൻഷി നർവാൾ എന്ന പെൺകുട്ടിയുടെ ചിത്രം ഇന്ത്യയുടെ കണ്ണീർ മുഖമാണ്. ഒരാഴ്ച മുൻപാണ് നാവികസേന ഉദ്യോഗസ്ഥൻ വിനയ് നർവാളും ഹിവാൻഷിയും വിവാഹിതരായത്. ഹണിമൂൺ ആഘോഷിക്കാനെത്തിയ ഹിവാൻഷി ശ്രീനഗറിൽ നിന്ന് മടങ്ങിയത് ചേതനയേറ്റ ഭർത്താവിൻ്റെ മൃതദേഹത്തോടൊപ്പമാണ്. വിനയുടെ മൃതദേഹം ഏറ്റുവാങ്ങുന്ന ഹിവാൻഷിയുടെ ദൃശ്യം കണ്ടുനിന്നവരുടെ കണ്ണ് നിറച്ചു. ആദ്യം വിലപിച്ചെങ്കിലും അവസാനം ജയ് ഹിന്ദ് വിളിച്ചാണ് ഹിമാൻഷി വിനയ് നർവാളിന് അഭിവാദ്യം നൽകിയത്. ഏറ്റവും സന്തോഷത്തോടെ മധുവിധു ആഘോഷിക്കാനെത്തി രാജ്യത്തിന്റെ മുഴുവൻ കണ്ണീരായി മടങ്ങുകയാണ് ഹിമാൻഷി. തിരികെ മടങ്ങുമ്പോൾ പക്ഷെ വിനയില്ല. അവളുടെ കൺമുന്നിലിട്ടാണ് ഭീകരർ അതിക്രൂരമായി ആ 26-കാരനെ കൊന്നത്. പ്രിയപ്പെട്ടവനെ നഷ്ടപ്പെട്ട വേദനയിൽ നിസ്സംഗതയോടെ ഹിമാൻഷി മൃതദേഹത്തിനരികിലിരുന്നു.
കണ്ണീരിനേക്കാൾ വാക്കുകളേക്കാൾ വേദനയുള്ള മൗനം. കഴിഞ്ഞ 16-നാണ് വിനയ് നർവാളും ഹിമാൻഷിയും വിവാഹിതരായത്. നേവിയിൽ ലഫ്റ്റനന്റ് കേണലാണ് ഹരിയാനയിലെ കർണാൽ സ്വദേശിയായ വിനയ്. 2 വർഷം മുൻപ് സേനയിൽ ചേർന്ന വിനയ് കൊച്ചി നേവൽ ബേസിലാണ് സേവനമനുഷ്ഠിച്ചിരുന്നത്. ഏപ്രിൽ 19-നായിരുന്നു ഇവരുടെ വിവാഹ സൽക്കാരം. 21-ന് കശ്മീരിലെത്തിയ അവർ പിറ്റേന്ന് പഹൽഗാമിലെത്തിയപ്പോഴാണ് ദുരന്തം. ആക്രമണം നടന്ന് ഏറ്റവും ആദ്യം പുറത്തു വന്നതും ഹിമാൻഷിയുടെ ദൃശ്യങ്ങളായിരുന്നു. ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ച് കണ്ണീരോടെ ഹിമാൻഷി അവിടെ സംഭവിച്ചത് പറഞ്ഞു. ഒരു തോക്കുധാരി ഭർത്താവിനോട് നിങ്ങൾ ഏതു മതത്തിൽപ്പെട്ടയാളാണെന്ന് ചോദിച്ച ശേഷം വെടിവെക്കുകയായിരുന്നുവെന്ന് ഹിമാൻഷി പറയുന്നു. ജീവൻ രക്ഷിക്കാനായില്ലെന്ന തിരിച്ചറിവിൽ നിസ്സഹായയായി വിനയുടെ മൃതദേഹത്തിനരികിലിരിക്കുന്ന ഹിമാൻഷിയുടെ ചിത്രമാണ് പഹൽഗാമിലെ കൊടും ക്രൂരതയുടെ മുഴുവൻ അടയാളമായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത്. മെയ് 1-ന് 27-ാം ജന്മദിനം ആഘോഷിച്ച ശേഷം ഹിമാൻഷിക്കൊപ്പം കൊച്ചിയിലേക്ക് മടങ്ങാനായിരുന്നു വിനയ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇനി അതൊക്കെ ദിവസങ്ങളുടെ മാത്രം ആയുസ്സുണ്ടായിരുന്ന സ്വപ്നങ്ങളാണ്. പക്ഷേ ഹിമാൻഷിയെ കൂട്ടാതെ വിനയ് ഒറ്റയ്ക്ക് മടങ്ങുമ്പോൾ രാജ്യം മുഴുവൻ ഇന്ന് ആ പെൺകുട്ടിയെ ചേർത്ത് പിടിക്കുകയാണ്. We should all be proud of him in every way. In every way. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കശ്മീർ പഹൽഗാമിലെ കൂട്ടക്കുരുതിയുടെ ഞെട്ടൽ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. രാജ്യത്ത് വീണ്ടും ഭീകരാക്രമണം ഉണ്ടാകുമോ എന്ന ഭീതിയും നിഴലിക്കുന്നുണ്ട്. അതിനിടെ പലയിടത്തും വ്യാജ ബോംബ് ഭീഷണി സന്ദേശം എത്തുന്നു. കാക്കനാട് കേന്ദ്രീയ ഭവനിൽ ബോംബ് ഭീഷണി സന്ദേശം എത്തിയത് ഏറെ ആശങ്ക സൃഷ്ടിച്ചു. കേന്ദ്രീയ ഭവനിലെ 3-ാം നിലയിൽ പ്രവർത്തിക്കുന്ന പെട്രോളിയം എക്സ്പ്ലോസീവ് വിഭാഗം മേധാവിയുടെ മെയിലിലേക്കാണ് സന്ദേശമെത്തിയത്. ലഹരി കേസിൽ പിടിക്കപ്പെട്ടവരെ മോചിപ്പിച്ചില്ലെങ്കിൽ കേന്ദ്രീയ ഭവൻ ബോംബ് വെച്ച് തകർക്കുമെന്നായിരുന്നു ഭീഷണി. ഇൻഫോ പാർക്ക് പോലീസിൻ്റെയും CSFിൻ്റെയും നേതൃത്വത്തിൽ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിലും വിവിധ കളക്ടറേറ്റുകളിലും സമാനമായ സന്ദേശമെത്തിയിരുന്നു. വ്യാജ ഭീഷണി സന്ദേശമെന്ന് ആശ്വസിക്കാമെങ്കിലും ഇത്തരം സംഭവങ്ങളെ അങ്ങനെ നിസ്സാരമായി കാണാനാകില്ല. തമാശയ്ക്കാണെങ്കിൽ പോലും ജനങ്ങളിൽ ഭീതി വിതയ്ക്കുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഇതോടെ ഇന്നത്തെ പോലീസ് റിപ്പോർട്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.